എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് എറണാകുളം കച്ചേരിപ്പടിയിൽ പോപ്പുലർ ഗ്രൂപ്പിൻ്റെ എക്കോമാർക്ക് ആപ്പെ ഇലക്ട്രിക്കിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പുതിയതായി ലോഞ്ച് ചെയ്ത ആപ്പെ ഇ സിറ്റി അൾട്രയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തരുന്നത് ഇവിടുത്തെ സെയിൽസ് മാനേജർ ബിനു ആണ്. അപ്പോൾ നമുക്ക് ബിനുവിനോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം. ബിനു സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നമുക്ക് പുതിയതായിട്ട് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. കഴിഞ്ഞ മാസം മന്തിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ആപ്പെ ഇ സിറ്റി അൾട്ര എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്. നിലവിലുള്ള പ്രൊഡക്റ്റുമായിട്ട് ഷേപ്പ് വൈസിലെല്ലാം സെയിം തന്നെയാണിത്. പക്ഷെങ്കിൽ ഇതിനകത്ത് കുറേ ചേഞ്ചസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കുറച്ചുകൂടെ കൂടുതലാണ്. അതായത് ഇതിൻ്റെ റേഞ്ച് വരുന്നത് 200 എബോവ് ആണ് മൈലേജ് വരുന്നത്. കമ്പനി പറയുന്ന സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 236 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത്. എങ്കിലും നമുക്ക് ഓൺ റോഡിലെ 200 എബോവ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ കൺഫേം ചെയ്തതാണ്. കൂടാതെ ഇതിൻ്റെ പവർ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ അത്യാവശ്യം എറണാകുളത്തെ ഏറ്റവും നല്ല ഭയങ്കര കയറ്റങ്ങൾ പോലും നമ്മൾ നല്ല രീതിയിൽ അത് ഓടിച്ച് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് പാസ്സാക്കുകയുണ്ടായി. മോട്ടോർ പവർ കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം നിലവിലുണ്ടായിരുന്ന വണ്ടി നമുക്ക് 5.4 ആയിരുന്നു മോട്ടോർ പവർ വന്നിരുന്നത്. ഇത് 9.55 ആണ് ഇതിൻ്റെ മോട്ടോർ പവർ വരുന്നത്. ഇതിൻ്റെ ടോർക്ക് വരുന്നത് 45 Nm ടോർക്കാണ്. 28% ഗ്രേഡബിലിറ്റി കാര്യങ്ങളെല്ലാം വണ്ടിക്കുണ്ട്. ഒരു 3+ 3 പാസഞ്ചർ പ്ലസ് ഡ്രൈവർ വെച്ച് അത്യാവശ്യം നമ്മളൊരു 350 കിലോയി മേളിൽ, അതായത് നമ്മുടെ പാസഞ്ചർ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ അത്രയും ലെവലിലുള്ള നല്ല കുത്തനെയുള്ള നല്ല കയറ്റങ്ങൾ കാര്യങ്ങളെല്ലാം കയറി നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് കമ്പനിയിൽ നിന്ന് ആൾക്കാരും വന്നു, ഞങ്ങൾ കസ്റ്റമേഴ്സിനെ വെച്ച് ഓടിച്ചു നോക്കി. അപ്പം അങ്ങനെ നമ്മൾ അതിലൊക്കെ ടെസ്റ്റ് പാസ്സായി. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഈ വണ്ടിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നിലവിൽ നമ്മൾ ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ പല കളറ് വേരിയൻസ് ഉണ്ട്. പിസ്മാറ്റിക് ഗ്രേ എന്ന് പറയുന്ന അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളർ എസ്റ്റാബ്ലിഷ് ആയിരുന്നു. നമുക്ക് വണ്ടി എത്തിയിട്ടില്ല, അത് നെക്സ്റ്റ് മന്തേ നമുക്ക് ആ കളർ എത്തുള്ളൂ. പിസ്മാറ്റിക് ഗ്രേ എന്ന് പറയും. പിന്നെ ഓഷ്യൻ ബ്ലൂ വരുന്നുണ്ട്, ഗ്ലോസി ബ്ലൂ എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് റെഡ് കോമ്പിനേഷൻ ഉണ്ട്. അപ്പം എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കളർ ഇതായിരുന്നു, ലൈറ്റ് ബ്ലൂ കളറാണ്. അതാണ് ഇപ്പം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളർ അതാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ചേഞ്ചസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലസ്റ്ററിനകത്ത് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതിപ്പം വണ്ടി ഓൺ പൊസിഷനിലാണ്, സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഇതിനകത്ത് ക്ലസ്റ്ററിൽ നമുക്ക് DT ഡേറ്റ, അതായത് എത്ര കിലോമീറ്റർ ഇനി ഓടാമെന്നുള്ളത് അതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് തന്നെ 68 കാണിച്ചു എത്ര പെർസെൻറ്റേജ് ബാറ്ററിയിൽ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറ്റു വണ്ടിയുടെ ഇതിൽ ഫീച്ചേഴ്സിൽ വരുന്നത് പോലെ തന്നെ ഫോർവേഡ്, ബൂസ്റ്റ് മോഡ്, ന്യൂട്രൽ, റിവേഴ്സ്, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. വണ്ടി എപ്പം എന്തെങ്കിലും എറർ കോഡ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഈ ലൈനിൽ മുകളിലായിട്ട് എറർ കോഡ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സ്പെസിഫൈ ആയിട്ട് കാണിക്കും. പിന്നെ നമുക്ക് ചാർജിങ്, അതായത് മൊബൈൽ ചാർജിങ്ങിന് അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം മറ്റുള്ള വണ്ടിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിനടിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നത്. മറ്റുള്ള വണ്ടികളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒക്കെ വണ്ടികളുടെ വരുന്നതെന്ന് വെച്ചാൽ ബാറ്ററി സീറ്റിനടിയിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കാൻ, കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരുന്ന് വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ഇതിനകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിൽ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുമ്പം അതിനകത്ത് നമുക്ക് ഇരിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ, കാല് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, ഡ്രൈവേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പിന്നെ ഓക്സിലറി ബാറ്ററി വരുന്നു. ഓക്സിലറി ബാറ്ററിയിൽ നിന്നാണ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. മെയിൻ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഓക്സിലറി ബാറ്ററി ഫുൾ ചാർജ് ആവും. ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ബാറ്ററി ഈ ബാക്ക് സൈഡിൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിനകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവായി കിട്ടും. എറണാകുളത്ത് മാർക്കറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം പല ഏരിയകളിലും എപ്പോഴും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ റോഡുകളിലൊക്കെ എപ്പോഴും വെള്ളം കയറുന്ന ഭാഗങ്ങളാണ്. പക്ഷെങ്കിൽ
നമ്മുടെ ഈ വണ്ടിയുടെ ബാറ്ററി എപ്പോഴും ഈ ബാക്ക് സൈഡിൽ കുറച്ച് സേഫായിട്ട് പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് വെള്ളം കയറുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് ഒഴിവായി കിട്ടുന്ന ഒരു ഇതുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിനകത്ത് ഇപ്പം ലെഗ് സ്പേസ് പാസഞ്ചറിന് ഇരിക്കത്തക്ക രീതിയിലായാലും ഉള്ള നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഇരിക്കാൻ നല്ല സൗകര്യമാണ്, കാരണം കുറച്ച് നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കസ്റ്റമറിനായാലും നമുക്ക് ഈ സീറ്റ് ഓൾട്ടറേഷൻ ചെയ്യാം. ഞങ്ങളുടെ ഡെമോ വണ്ടിയിൽ നമ്മൾ ഓൾട്ടറേഷൻ ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ് നമുക്ക് മറിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള ഓൾട്ടറേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ബാക്കിലാണ് നമുക്ക് ഈ സ്പേസ്, ഇത്രയും സ്പേസേ നമുക്ക് ലഗേജ് സ്പേസ് ആയിട്ട് ഇതിനകത്ത് വരുന്നുള്ളൂ. അത്യാവശ്യം ലഗേജ് കാര്യങ്ങളെല്ലാം വെച്ച് പോകത്തക്ക രീതിയിലുള്ള സ്പേഷ്യസ്. പിന്നെ കോമ്പിനേഷൻ വരുന്ന നമ്മുടെ കളർ ചേഞ്ച് വരുന്ന വണ്ടിയിൽ സീറ്റിൽ കളറ് കോമ്പിനേഷൻ ഉണ്ടാവും. ഇപ്പം വൈറ്റ് കളർ വണ്ടി വരുന്നത് റെഡ്, സീറ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ കളർ ചേഞ്ച് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിപ്പോൾ 4 വർഷമായി, 4 വർഷം കഴിഞ്ഞു ഞങ്ങൾ എറണാകുളം മാർക്കറ്റിൽ കുട്ടുകാരൻ ഗ്രീൻ, അതായത് പോപ്പുലർ ഗ്രൂപ്പിന്റെ ഈ സ്ഥാപനം നമ്മൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം കഴിഞ്ഞു. ഈ 4 വർഷം നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ 3 വർഷം ആയിരുന്നു ഇതിന്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. ശേഷം ഇപ്പോൾ നമുക്ക് വരുന്ന വണ്ടികൾക്കെല്ലാം 5 വർഷം വാറണ്ടി. 5 വർഷം എന്ന് പറയുന്നത് കിലോമീറ്റർ വാറണ്ടി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് പിയാജിയോ ആണ്. 2.25 ലക്ഷം കിലോമീറ്റർ വരെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. 2.25 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷമാണ് നമ്മൾ വാറണ്ടി. ഈ വാറണ്ടി എന്ന് പറയുന്നത് ചാർജർ, മോട്ടർ, ബാറ്ററി, ഇതുമാണ് മൂന്നും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബേർഡനായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഈ ചാർജർ, ബാറ്ററി, മോട്ടർ എന്നുള്ളത്. അതിനാണ് നമ്മൾ ഈ വാറണ്ടി കൊടുക്കുന്നത്. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൂടാതെ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും മൈലേജിൽ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഓടിച്ചു നോക്കി കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വാറണ്ടിയിലേക്ക് പോകേണ്ട കേസാണ് വാറണ്ടിയിലേക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മളത് അതിനൊരു സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സർവീസ് സെന്റർ വരുന്നത് തമ്മനം പുതിയ റോഡ് ഭാഗത്താണ് സർവീസ് സെന്റർ വരുന്നത്. ഇതിന്റെ ടയർ സൈസ് ആണ്. ടയർ സൈസ് നമുക്ക് 12 ആണ് വരുന്നത്. അതായത് റേഡിയൽ ടൈപ്പ് ടയറാണ്, ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. അത് നമുക്ക് ആദ്യം വന്നുകൊണ്ടിരുന്ന ചെറിയ ടൈപ്പ് ടയറായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ അതായത് നമ്മുടെ നിരത്തുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ടയറും കാര്യങ്ങളും ഒക്കെയാണ് വണ്ടികൾക്ക് വരുന്നത്. എല്ലാ ഫിനാൻസിയേഴ്സും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടീവാണ്. എല്ലാ പ്രൈവറ്റ് ഫിനാൻസ് ഇതിലുള്ള എല്ലാ ഫിനാൻസിയേഴ്സും സപ്പോർട്ടീവാണ്. മാക്സിമം ഫിനാൻസുകൾ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്ന അനുസരിച്ച് മുദ്രാ ലോണുകൾ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിലും മുദ്രാ ലോണുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിലും കസ്റ്റമറുടെ നിസാര ഡോക്യുമെന്റ്സിൽ നമ്മൾ തന്നെ ബാങ്കിൽ സംസാരിച്ച് അത്യാവശ്യം സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുന്ന കേസുകളിൽ, ഓൺ ഹൗസ് ഉള്ള കേസുകളിൽ എല്ലാം മുദ്രാ ലോണുകൾ ബാങ്കുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാസ അടവിലും പലിശയിലും ഒരുപാട് കുറവ് ലഭിക്കും മുദ്രാ ലോണൊക്കെ ചെയ്തു കൊടുക്കാൻ. അതുകൊണ്ട് പ്രൈവറ്റ് ഫിനാൻസിനേക്കാളും കൂടുതൽ നമ്മൾ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് മുദ്രാ ലോണുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്. പ്രൈവറ്റ് ഫിനാൻസുകൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. IDFC, ചോള, സുന്ദരം ഫിനാൻസ്, അങ്ങനെ ശ്രീറാം, അങ്ങനെ ഒരുപാട് ഫിനാൻസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻസ് പരമായിട്ട് പറയാനുള്ള കാര്യങ്ങളായാലും. പിന്നെ വണ്ടിയെ പറ്റി ഇപ്പം ഒരു കസ്റ്റമർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമായിട്ടുള്ളത്. കാരണം അവരാണ് ഓൾറെഡി നമ്മൾ പറയുന്ന മൈലേജിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്ന അവരാണ്. നമുക്ക് എറണാകുളത്ത് ആണ് നമ്മൾ ആദ്യമേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എറണാകുളം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ആലപ്പുഴ, കൊല്ലം, തൃശ്ശൂര്, മലപ്പുറത്ത് തന്നെ തിരൂര്, കണ്ണൂര്, ഈ ഡിസ്ട്രിക്റ്റുകളിലെല്ലാം. പിന്നെ നമ്മൾ ആലപ്പുഴ, കോട്ടയം ഭാഗത്ത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസിനുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ തന്നെ പോയി സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കോട്ടയം ഭാഗത്ത് കാര്യങ്ങളെല്ലാം. അപ്പം അങ്ങനെ ഉള്ള രീതിയിലെല്ലാം നമ്മൾ ഇത്രയും ബ്രാഞ്ചുകൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ടെക്നീഷ്യൻസ് ആയാലും സെയിൽസ് പേഴ്സൺസ് ആയാലും അത്യാവശ്യം എല്ലാവരും ഈ പറയുന്ന ഏരിയകളിലെല്ലാം അവൈലബിൾ ആണ്. മൈലേജ് കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ പറയുന്ന മൈലേജ് കസ്റ്റമർ പറയുന്ന ഗ്യാരണ്ടിയോടുകൂടിയുള്ള മൈലേജ് ആയതുകൊണ്ട് ആ മൈലേജിൽ ഒരു വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരില്ല.
അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം കസ്റ്റമേഴ്സാണ് നമുക്ക് അതിന് ഗ്യാരണ്ടി എന്നുള്ളത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ചാർജിങ് ടൈം ആദ്യം അത് 4.25 മണിക്കൂറായിരുന്നു. ഹാഫ് ECT FX Maxൻ്റെ 2000 kW ചാർജറാണ് അത് അതിന് ടൈം എടുക്കുന്നത്. ഇത് വന്നപ്പോൾ നമുക്ക് ടൈം കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. 3.5 മണിക്കൂറാണ്. 3.5 മണിക്കൂറേ നമുക്ക് ഇതിനകത്ത് ചാർജിങ് ടൈം വരുന്നുള്ളൂ. അതായത് 3000 kW ചാർജറാണ് വരുന്നത്. ചാർജറിനും ഈ പറഞ്ഞ പോലെ 5 വർഷത്തേക്കുള്ള വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. 377,500 ആപ്പേ ECT FX Maxൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഓണം പ്രമാണിച്ച് നമുക്ക് ഓഫറും കാര്യങ്ങളും ഒക്കെ ക്യാഷ് ഡിസ്കൗണ്ടുകൾ കാര്യങ്ങളെല്ലാം അതിന് വരുന്നുണ്ട്. അത് കൂടാതെ ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 3,88,000 രൂപയാണ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 4,17,000 രൂപയാണ്. 5 വർഷം ഈ പറഞ്ഞ വാറണ്ടി കാര്യങ്ങൾ എല്ലാം അടക്കം നമ്മൾ ഇൻഷുറൻസ് എല്ലാം ബമ്പർ ടു ബമ്പർ പോളിസി കാര്യങ്ങളെല്ലാം ഇൻഷുറൻസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അടക്കം വരുന്ന 4,17 ഓൺ റോഡ് പ്രൈസ്. ആപ്പേ ECT FX Maxന് 3,77,500. അതിനകത്ത് നമുക്ക് ബാക്കിയുള്ള ഡിസ്കൗണ്ടുകൾ കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റുകൾ ആവശ്യപ്പെടുന്നവർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ഫിനാൻസുകൾ, ബാങ്ക് ലോണുകൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും. മാസടവ് വളരെ കുറവുള്ള രീതിയിലും കാര്യങ്ങളെല്ലാം ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡോക്യുമെന്റേഷനിൽ നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സും വിലയും എല്ലാ കാര്യങ്ങളും ബിനു സാർ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ എക്കോമാർക്കിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക് വാഹനം എടുക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കാൻ ഇനി ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച ശേഷം വാഹനം ബുക്ക് ചെയ്ത് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളുടെ സ്വയം തൊഴിലിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.